മാത്രമല്ല പോലീസ് എന്തിനു വേണ്ടിയിട്ടാണ് അന്വേഷണം മരവിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ. എഫ്ഐആറിൽ ഗ്രനേഡ് പാർട്ടി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഗ്രനേഡ് പാർട്ടി ഉണ്ടെങ്കിൽ എന്തിനാണ് ഡിവൈഎസ്പി ഗ്രനേഡ് കയ്യിൽ വെക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള പരാമർശമൊക്കെ ഷാഫി പറമ്പിൽ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസിസ്റ്റ് ചേരുന്നു. ഫൈസൽ, സംഘർഷത്തിന് ശേഷം, പേരാമ്പ്ര സംഘർഷത്തിന് ശേഷമുള്ള ഷാഫി പറമ്പിൽ എംപിയുടെ ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്. പോലീസിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് ഷാഫി പറമ്പിൽ എംപി പറയുന്നത്. അത് മാത്രമല്ല, ചില തെളിവുകൾ പുറത്തുവിടുന്നുണ്ട്, ചില ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്, അങ്ങനെ കുറെ വിമർശനങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ സൂചിപ്പിച്ചതുപോലെ പേരാമ്പ്ര സംഘർഷത്തിന് ശേഷം, അതായത് CPIM UDFന്റെ സംഘർഷമായിരുന്നു പേരാമ്പ്രയിൽ ഉണ്ടായിരുന്നത്. അതിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക്, വടകര MP ഷാഫി പറമ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു. അദ്ദേഹം ദിവസങ്ങളോളം നീണ്ട ദിവസങ്ങളുണ്ട് നീണ്ട ആശുപത്രി വാസത്തിനും അതുപോലെ അദ്ദേഹത്തിന് മൂക്കിന് പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ ഓപ്പറേഷന് ശേഷമാണ് അദ്ദേഹം വീണ്ടും സജീവമായി പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കോഴിക്കോട് DCC ഓഫീസിലായിരുന്നു പത്രസമ്മേളനം. കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള, RMP സംസ്ഥാന സെക്രട്ടറി N വേണു എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഏതായാലും ഷാഫി പറമ്പിൽ MP പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പേരാമ്പ്രയിലെ സംഘർഷത്തെക്കുറിച്ച് തന്നെയാണ്. പേരാമ്പ്രയിലെ സംഘർഷം ആസൂത്രിതമാണെന്നാണ് ഷാഫി പറമ്പിൽ MP പ്രധാനമായും ആരോപിക്കുന്നത്. അതായത് ഷാഫി പറമ്പിൽ MP പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്നത് പോലീസ് സൃഷ്ടിച്ച ആസൂത്രിതമായ അക്രമമാണ് ഈ പേരാമ്പ്രയിൽ നടന്നത് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. തനിക്കെതിരായ അക്രമം ശബരിമല വിഷയം വഴിതിരിച്ചു വിടാൻ എന്നാണ് ഷാഫി പറമ്പിൽ MP ആദ്യം തന്നെ ആരോപിക്കുന്നത്. മാത്രമല്ല, ഭക്തർ പൊന്നയ്യപ്പനെ കാണുമ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും കാണുന്നത് അതിലെ പൊന്നു മാത്രമാണെന്നാണ്. അതായത് അയ്യപ്പ ദർശനത്തിന് അല്ലെങ്കിൽ ഭക്തർ അയ്യപ്പനെ പൊന്നുപോലെ കാണുമ്പോൾ, അതായത് അയ്യപ്പന്റെ ദിവ്യചൈതന്യമൊക്കെ പൊന്നുപോലെ കാണുമ്പോൾ ഈ സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും കാണുന്നത് ശബരിമല അയ്യപ്പന്റെ പൊന്നിൽ മാത്രമാണെന്നാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അയ്യപ്പന്റെ പൊന്നുരുക്കി ജീവിച്ച ആളുകളോട് വിശ്വാസിയും അവിശ്വാസിയും പൊറുക്കില്ല എന്നും ഷാഫി പറമ്പിൽ MP പറയുന്നുണ്ട്. തനിക്ക് മർദ്ദനമേറ്റത് മാത്രമല്ല, ഇപ്പോൾ വരുന്ന ചില കാര്യങ്ങളും ശബരിമല വിഷയം വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണെന്നാണ് ഷാഫി പറമ്പിൽ MP ആരോപിക്കുന്നത്. അതായത് ഈ പേരാമ്പ്രയിലെ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ MP പ്രധാനമായും ആരോപിച്ച കാര്യമായിരുന്നു തനിക്ക് മർദ്ദനമേറ്റത്. ഈ ശബരിമല വിഷയം മറച്ചു വെക്കാൻ വേണ്ടിയാണ് തന്നെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ MP തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമായിരുന്നു. അന്ന് അതായത് ഈ മർദ്ദനമേറ്റ അന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം സൂചിപ്പിച്ചത്. ശബരിമല വിഷയമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് ഷാഫി പറമ്പിൽ MP ആ മർദ്ദനമേറ്റ ഉടൻ തന്നെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിനിടെ പുറത്തുവിട്ടിട്ടുണ്ട്. പരിക്കേറ്റത് അറിഞ്ഞിട്ടും താൻ അവിടെ നിന്നും മാറാതിരുന്നത് സംഘർഷം ഇല്ലാതാക്കാനെന്നാണ് ഷാഫി പറമ്പിൽ MP പ്രധാനമായും പറയുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ ഷാഫി പറമ്പിൽ MP ആ ഒരു സംഘർഷത്തിനിടെ അദ്ദേഹം കൂടുതൽ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയൊക്കെ ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ മുന്നോട്ട് വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇതിലെ DYFI ഉൾപ്പെടെ CPIM ഉൾപ്പെടെ വളരെ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹത്തെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു വിഷയത്തിൽ പ്രതികരണമായി അന്ന് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പോലീസിലെ ചിലർ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഷാഫി പറമ്പിൽ MP പറയുന്നത്. അത് തന്നെയാണ് കോഴിക്കോട് റൂറൽ SP അന്ന് പറഞ്ഞത് എന്നും ഷാഫി പറമ്പിൽ MP പറയുന്നുണ്ട്. അതായത് ഈ ഒരു വിഷയത്തിന് ശേഷം കോഴിക്കോട് റൂറൽ SP ആയ ഹരിപ്രസാദ് ഈ ഒരു വിഷയത്തിന് ശേഷം ഈ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, പോലീസിനുള്ളിലെ തന്നെ ചിലരാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന്. അത് ഷാഫി പറമ്പിൽ ഈ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതിൽ നടപടിയില്ല എന്നും ഷാഫി പറമ്പിൽ MP ചോദിക്കുന്നു. അതായത് SP പോലീസിലെ ചിലർ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് SP പറയുമ്പോഴും എന്തുകൊണ്ട് ആ വിഷയത്തിൽ നടപടി എടുത്തിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ MP ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആ അന്വേഷണം മരവിപ്പിച്ചത് എന്നും ഷാഫി പറമ്പിൽ MP ചോദിക്കുന്നുണ്ട്. റൂറൽ SPയുടെ വെളിപ്പെടുത്തലിൽ നടപടിയെടുക്കാതിരിക്കാൻ
ആരാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിയത് എന്നും ഷാഫി പറമ്പിൽ MP ഈ ഒരു വിഷയത്തിൽ ചോദിക്കുന്നുണ്ട്. തനിക്കെതിരായ അക്രമം പോലീസ് ബോധപൂർവം ഉണ്ടാക്കിയത്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തനിക്കെതിരായ അക്രമം അല്ലെങ്കിൽ പേരാമ്പ്രയിലെ സംഘർഷം ബോധപൂർവം പോലീസ് കെട്ടിച്ചമക്കാൻ ശ്രമിച്ച സംഘർഷമാണെന്നാണ് ഷാഫി പറമ്പിൽ MP പ്രധാനമായും വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന ആരോപണം. എന്നത് മാത്രമല്ല, പോലീസിനെതിരെ തന്നെയാണ് അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. DYSP ഹരിപ്രസാദ് കയ്യിൽ ഗ്രനേഡ് വെച്ചാണ് മറുകൈയിൽ ലാത്തി കൊണ്ട് അടിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നത്. അതായത് അന്ന് വലം കൈയിൽ ഗ്രനേഡും ഇടം കൈയിൽ ലാത്തിയും ഉപയോഗിച്ചാണ് DYSP ആയ ഹരിപ്രസാദ് അന്ന് മർദ്ദിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. FIR-ൽ ഗ്രനേഡ് പാർട്ടി ഉണ്ട് എന്നും ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ ഗ്രനേഡ് പാർട്ടി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് DYSP ഗ്രനേഡ് കയ്യിൽ വെക്കുന്നത് എന്നും ഷാഫി പറമ്പിൽ MP ചോദിക്കുന്നു. 16-ന് ഗ്രനേഡ് എറിയാൻ പരിശീലിപ്പിക്കാൻ പോലീസ് സർക്കുലർ ഇറക്കിയെന്നും ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. അതായത് ഈ ഗ്രനേഡ് എറിയുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ പരിശീലിപ്പിക്കാൻ 16-ന് സർക്കുലർ ഇറക്കിയെന്നും ഷാഫി പറമ്പിൽ MP പറയുന്നുണ്ട്. പോലീസിന് പേരാമ്പ്രയിൽ വീഴ്ച പറ്റിയത് കൊണ്ടല്ല ഈ ഗ്രനേഡ് എറിയാനുള്ള പരിശീലനം എന്നും ഷാഫി പറമ്പിൽ MP വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഗ്രനേഡ് പാർട്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രനേഡ് പാർട്ടി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് DYSP ഗ്രനേഡ് കയ്യിൽ വെക്കുന്നത്? അത്തരത്തിലൊരു പരാമർശമൊക്കെ ഷാഫി പറമ്പിൽ MP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? തീർച്ചയായും അത് തന്നെയാണ് അരുണിമ. അതായത് 16-ന് ഗ്രനേഡ് എറിയാൻ പരിശീലിപ്പിക്കാൻ പോലീസ് സർക്കുലർ ഇറക്കി എന്നുള്ള ആരോപണമാണ്. അതായത് ഈ വിഷയത്തിൽ ഈ ഒരു കാര്യത്തിൽ ആദ്യം തൊട്ട് തന്നെ ഈ ഗ്രനേഡ് ഉപയോഗിച്ചു എന്ന പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ചു, കണ്ണീർവാതം പ്രയോഗിച്ചു എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപിക്കുന്ന കാര്യമാണ്. അതായത് ഒരു സ്ഫോടക വസ്തു അത് പൊട്ടുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ആ ഗ്രനേഡ് എറിഞ്ഞത് പോലീസാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു, തുടക്കം മുതൽ തന്നെ ആരോപിച്ചിരുന്നു. അതിനൊരു വിശദീകരണം അല്ലെങ്കിൽ അതിനൊരു തെളിവ് എന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ MP ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതായത് പോലീസ് 16-ന് ഗ്രനേഡ് എറിയാൻ പരിശീലിപ്പിക്കാൻ പോലീസ് സർക്കുലർ ഇറക്കിയെന്ന് ഷാഫി പറമ്പിൽ MP പറയുന്നുണ്ട്. പോലീസിന് പേരാമ്പ്രയിൽ വീഴ്ച പറ്റിയത് കൊണ്ടല്ല ഈ ഗ്രനേഡ് എറിയാനുള്ള പരിശീലനം എന്നും ഷാഫി പറമ്പിൽ MP പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ MP അഡ്മിറ്റായി ഒന്ന് ആശുപത്രിയിൽ വന്ന് ചോദിച്ച ആളാണ് ഈ DYSP എന്നും ഷാഫി പറമ്പിൽ MP പറയുന്നു. തനിക്ക് പരിക്ക് പറ്റാൻ കാരണം എന്ന് പോലീസ് തന്നെ ആസൂത്രണം ചെയ്യുന്നു, തനിക്ക് പരിക്ക് പറ്റണമെന്ന് പോലീസ് തന്നെ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് പോലീസിനെതിരെ ആഞ്ഞടിക്കുക തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പോലീസ് മനഃപൂർവ്വം ഗ്രനേഡ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, തനിക്ക് പരിക്ക് പറ്റണം എന്ന് പോലീസിന് മുൻവിധി ഉണ്ടായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു വെക്കുന്നത്. ഈ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ ആര് എന്ന കാര്യവും അദ്ദേഹത്തിന്റെ ചിത്രവും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട്. അതായത് ഗുണ്ട ബന്ധത്തിന്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ട CI അഭിലാഷ് ഡേവിഡാണ് പേരാമ്പ്ര അക്രമത്തിന് നേതൃത്വം നൽകിയതെന്നും ഷാഫി പറമ്പിൽ ആരോപിക്കുന്നു. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16-ന് 3 പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ഈ ഇദ്ദേഹം, അതായത് ഈ CI അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആള്. അപ്പോൾ അദ്ദേഹമാണ് തന്നെ ആക്രമിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ജനുവരി 19-നാണ് 3 പോലീസുകാരെ പിരിച്ചുവിട്ടത്. മടകര മാണിയൂർ ബാബു എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ജൂൺ 8-ന് ബോംബെറിഞ്ഞ സംഭവത്തിൽ ഇതുവരെ FIR ഇട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഈ തെളിവുകൾ, അതായത് ഇദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ട തെളിവുകൾ, വീഡിയോ ദൃശ്യങ്ങളുണ്ട്, തന്നെ മർദ്ദിച്ച പോലീസുകാരൻ്റെ ദൃശ്യങ്ങളുണ്ട്, തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ട്, ഈ ഗ്രനേഡ് ഉപയോഗിച്ച ദൃശ്യങ്ങളുണ്ട്. അതുപോലെ ഈ പോലീസ് MP അഡ്മിറ്റ് ആയോ എന്ന് പോലീസ് ചോദിക്കുന്ന ഫോട്ടോ ഉണ്ട്, ദൃശ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ തെളിവുകളും പാർലമെന്റ് കമ്മിറ്റിക്ക് കൈമാറും എന്നാണ് ഷാഫി പറമ്പിൽ MP ഒടുവിൽ പറയുന്നത്. പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറും, നിയമപോരാട്ടം നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഷാഫി പറമ്പിൽ MP പറയുന്നുണ്ട്. ഏതായാലും പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥന്റെ വിവരാവകാശം തേടിയിട്ട് അതിന്റെ വിശദാംശം അറിയില്ല എന്നാണ് മറുപടി എന്ന് ഷാഫി പറമ്പിൽ MP ഒടുവിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് DCC ഓഫീസിലാണ് വാർത്താ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട ആരോപണം തന്നെയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ പോലീസ് കരുതിക്കൂട്ടി അക്രമം ആസൂത്രണം ചെയ്തു എന്നാണ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു വെക്കുന്നത്. അരുണിമ. ഫൈസൽ, മനഃപൂർവ്വം തന്നെ പരിക്കേൽപ്പിക്കാനും ശ്രമിക്കുന്നു, തലയ്ക്കും മുഖത്തുമൊക്കെ ഗ്രനേഡ് എറിയുന്ന ക്രൂരത നടത്തി
എന്നൊക്കെ പറഞ്ഞതിന് ശേഷം MP അഡ്മിറ്റ് ആയോ എന്ന് വന്നിട്ട് DYSP ഒന്ന് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകളുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് കുറെ ദൃശ്യങ്ങളും തെളിവുകളായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ ഒരുപക്ഷെ പോലീസിന് വലിയൊരു വെല്ലുവിളിയാവില്ലേ? ഗുരുതര ആരോപണമാണ് ഷാഫി പറമ്പിൽ MP ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം അവസാനം പറയുന്ന വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇത് പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് ഈ തെളിവുകൾ കൈമാറും. അങ്ങനെയാണെങ്കിൽ കടുത്ത ശിക്ഷാ നടപടി തന്നെ പോലീസുകാർക്ക് ഉണ്ടായേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് തന്നെ ആക്രമിച്ച CIയുടെ ഫോട്ടോ, തന്നെ മർദ്ദിച്ച CIയുടെ ഫോട്ടോ, ഈ അക്രമത്തിന് നേതൃത്വം നൽകി എന്ന് പറയപ്പെടുന്ന ആളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് ഷാഫി പറമ്പിൽ MP വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത്. അത് വലിയ രീതിയിൽ പോലീസിനെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു അല്ലെങ്കിൽ പോലീസിനെ കുരുക്കിലാക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനം ഇപ്പോൾ കോഴിക്കോട് പുരോഗമിക്കുകയാണ്. ഇത് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോഴിക്കോടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിലാണ് നിരവധി കാര്യങ്ങൾ, അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിലെ പോലീസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഗുരുതര കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു കൃത്യമായ ആസൂത്രണം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വീഴ്ച എന്നൊന്നുമല്ല, കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പോലീസ് ഇത്തരത്തിൽ പെരുമാറിയത്. പേരാമ്പ്ര സംഘർഷത്തിനിടെ പോലീസിന്റെ പെരുമാറ്റം കൃത്യമായ ആസൂത്രണത്തോടെയാണ്. അതായത് ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് തനിക്ക് മനഃപൂർവ്വം പരിക്ക് പറ്റാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു, അല്ലെങ്കിൽ തന്നെ മനഃപൂർവ്വം അപകടപ്പെടുത്താൻ വേണ്ടി പോലീസ് ശ്രമിച്ചു എന്നാണ് ഷാഫി പറമ്പിൽ MP മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. നിരവധി അദ്ദേഹം പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ പാലക്കാട് പട്ടാമ്പി പാലക്കാട് MLA ആയിരിക്കുമ്പോൾ പോലും തിരുവനന്തപുരത്ത് നിന്നും വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് പോയി വലിയ രീതിയിലുള്ള സമരത്തിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹം. അവിടെയൊന്നും ഏൽക്കാത്ത അവിടെയൊന്നും നേരിടാത്ത വലിയ രീതിയിലുള്ള അക്രമമാണ് താൻ ഈ പേരാമ്പ്രയിലെ സംഘർഷത്തിൽ നേരിട്ടതെന്നാണ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഷാഫി പറമ്പിൽ MP നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും നേരിടാൻ തന്നെ ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഈ പുറത്തുവിട്ട തെളിവുകൾ, അതായത് ഈ തന്നെ മർദ്ദിച്ച CIയുടെ ഫോട്ടോ, തന്നെ ഈ ഷാഫി പറമ്പിൽ MP അഡ്മിറ്റ് ആയോ എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ മർദ്ദനം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഉദ്യോഗസ്ഥനാണ് ഷാഫി പറമ്പിൽ MP മർദ്ദിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ അവിടെ നടന്ന കോൺഗ്രസിന്റെ കയ്യിലുള്ള എല്ലാ ദൃശ്യങ്ങളും എല്ലാ തെളിവുകളും പോലീസ് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്ന് പറയപ്പെടുന്ന എല്ലാ തെളിവുകളും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കുന്നത്. അതിനർത്ഥം കൂടുതൽ നടപടിയിലേക്കും കൂടുതൽ നിയമപരമായും തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ പറയുന്നത് പരിക്ക് പറ്റിയ തന്റെ മൊഴി പോലും എടുക്കാൻ പോലീസ് വന്നിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ MP പറയുന്നത്. അതായത് പേരാമ്പ്രയിൽ നിന്നും 10-40 കിലോമീറ്റർ ഇപ്പുറമുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഷാഫി പറമ്പിൽ MP അന്ന് അഡ്മിറ്റ് ചെയ്യുന്നത്. ദിവസങ്ങളോളം നീണ്ട ആശുപത്രി വാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. പരിക്ക് പറ്റിയ തന്റെ മൊഴിയെടുക്കാൻ പോലും പോലീസ് വന്നിട്ടില്ല, അതിന് പോലീസ് തയ്യാറായിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ MP ആരോപിക്കുന്നുണ്ട്. അരുണിമ, വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. പോലീസിൽ ഗുണ്ടാസെല്ലുണ്ട് എന്നാണ്, CPIM-ന് ഗുണ്ടാസെല്ലുണ്ടെന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. മാത്രമല്ല പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരുടെ വിവരാവകാശം തേടിയിട്ടും അതിന്റെ വിശദാംശം അറിയില്ല എന്നൊരു മറുപടിയൊക്കെ പറയുന്നുണ്ട്. വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് എന്ന് FIR-ലുണ്ട്. പക്ഷേ അയാളുടെ ഫോട്ടോയോ മറ്റു വിവരങ്ങളൊന്നും പോലീസ് വെബ്സൈറ്റിൽ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗുരുതര വീഴ്ചയല്ലേ അത്? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MP തന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ MPയുടെ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. അരുമ പറഞ്ഞതുപോലെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. പിരിച്ചുവിട്ടപ്പെട്ട ഉദ്യോഗസ്ഥന്റെ വിവരാവകാശം തേടിയിട്ടും അതിന്റെ വിശദാംശം അറിയില്ല എന്ന മറുപടിയാണ് പറയുന്നത്. അതായത് തന്നെ ഈ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം ഈ ഗുണ്ട മാഫിയ ബന്ധത്തിന്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ട ആളാണ് ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്നത്. CI അഭിലാഷ് ഡേവിഡ് ആണ് പേരാമ്പ്ര അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നാണ്
അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിരിച്ചുവിടപ്പെട്ട ആളാണ്. അത് എപ്പോൾ പിരിച്ചുവിടപ്പെട്ടു എന്നുമായി ബന്ധപ്പെട്ട ഒരു വിവരാവകാശം തേടിയപ്പോൾ അത് നൽകാൻ തയ്യാറായിട്ടില്ല, വിശദാംശം അറിയില്ല എന്ന മറുപടിയാണ് തനിക്ക് ലഭിച്ചതെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. പോലീസിന്റെ ഗുണ്ടാ സെൽ CPIM-ന് ഉണ്ട് എന്നും ഷാഫി പറമ്പിൽ MP പറയുന്നത്. അതായത് CPIM-ന്റെ ഒരു ഗുണ്ടാ സെല്ല് തന്നെ പോലീസായി പ്രവർത്തിക്കുന്നെന്നാണ് ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കുന്നത്. വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് എന്ന് FIR-ൽ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, പേരാമ്പ്ര സംഘർഷത്തിന് ശേഷമുള്ള ഷാഫി പറമ്പിൽ MPയുടെ ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്. പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഷാഫി പറമ്പിൽ MP ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല ചില ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വളരെ ഗൗരവകരമായ വെളിപ്പെടുത്തലാണ് ഷാഫി പറമ്പിൽ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല ദൃശ്യങ്ങൾ സഹിതമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഷാഫി പറമ്പിൽ MP നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒക്ടോബർ 10-ന് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിനിടെ തന്നെ മർദ്ദിച്ച പോലീസുകാരൻ, അത് അഭിലാഷ് ഡേവിഡ് എന്ന് 2023 ജനുവരി 16-ന് മറ്റൊരു കേസിൽ സസ്പെൻഷനിലാകുകയും വേറൊരു കേസിൽ ജനുവരി 19-ന് 3 ദിവസം കഴിഞ്ഞ് പിരിച്ചുവിടപ്പെടുകയും ചെയ്തു എന്ന് മാധ്യമങ്ങൾക്ക് സർക്കാർ വിവരം നൽകുകയും ചെയ്ത 3 പോലീസുകാരിൽപ്പെട്ട ഒരാളാണ് ഈ അഭിലാഷ് ഡേവിഡ്. ആ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ. ആ അഭിലാഷ് ഡേവിഡിന്റെ ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട്. അയാൾക്ക് എങ്ങനെയാണ് പുനർനിയമനം നൽകിയത്? പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരാവകാശം തേടിയപ്പോൾ അത്തരം ഉദ്യോഗസ്ഥരുടെ വിവരം ലഭ്യമല്ല എന്നൊരു വിവരമാണ് തങ്ങൾക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന്, തിരുവനന്തപുരത്തുള്ള പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചത് എന്ന് ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തികച്ചും ആസൂത്രിതമായി തന്നെ ആക്രമിക്കുക എന്ന ഒരു കാര്യം നേരത്തെ തന്നെ വളരെ രാഷ്ട്രീയ നിർദ്ദേശത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു എന്ന് ദേശീയ മാധ്യമങ്ങൾക്കുൾപ്പെടെ, കേരളത്തിലെയും മറ്റ് ദേശീയ മാധ്യമങ്ങൾക്കുൾപ്പെടെ സർക്കാർ വിവരം നൽകുകയും അത് വാർത്തയായി വരികയും ചെയ്തതാണ്. അതിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ അഭിലാഷ് ഡേവിഡ്. പക്ഷെ ആ അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ വടകര കൺട്രോൾ റൂം CI ആയി, പോലീസ് ഇൻസ്പെക്ടറായി വടകര കൺട്രോൾ റൂം CI ഇപ്പോൾ നിയമിതനായി എന്നുള്ളത്, അത് ഏത് തരത്തിലാണ് അദ്ദേഹത്തെ നിയമിച്ചത്? അദ്ദേഹത്തെ നിയമിച്ചതിന്റെ രേഖ എവിടെയാണ്? എങ്ങനെയാണ് സർക്കാർ അത് മാനദണ്ഡമാക്കി വെക്കുന്നത്? നിയമസഭയിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഗുണ്ടാബന്ധമുള്ള പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് അഭിമാനത്തോടുകൂടി അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഈ പിരിച്ചുവിടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് അതും ജനങ്ങളോ അല്ലെങ്കിൽ പൊതുസമൂഹമോ അറിയാതെ, നിയമ സംവിധാനങ്ങളോ അറിയാതെ, പോലീസുകാരിൽ പോലും പലരും അറിയാതെ ഇങ്ങനെ രഹസ്യമായി തിരിച്ചെടുത്തതുകൊണ്ട് തന്നെ ആക്രമിക്കാൻ ഉപയോഗിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ആസൂത്രിതമായ ഒരു അക്രമമാണ് തനിക്ക് നേരെ പേരാമ്പ്രയിൽ നടന്നത് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ തന്നെ 2 തവണ തന്റെ മുൻപിൽ വെച്ച് തന്നെ തലയ്ക്കടിച്ച് മൂന്നാമത്തെ തവണ തന്റെ തലയ്ക്കടിക്കാൻ വന്നപ്പോൾ മറ്റൊരു മുതിർന്ന പോലീസുകാരൻ ഇടപെട്ട് അത് MP ആണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു എന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ വടകര DYSP ആയിരുന്നു, ഇപ്പോഴത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയി പുനർനിയമിതനായിട്ടുള്ള ഹരിപ്രസാദിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നുണ്ട്. ഹരിപ്രസാദ് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഈ സംഭവത്തിൽ പരിക്ക് പറ്റിയതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് വന്നപ്പോൾ MP അഡ്മിറ്റ് ആണോ എന്ന്, MP അഡ്മിറ്റ് ആയോ എന്ന് ചോദിക്കുന്ന ദൃശ്യങ്ങളും ദൃശ്യം സഹിതം, അതായത് തെളിവ് സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനർത്ഥം പോലീസ് തനിക്ക് പരിക്ക് പറ്റണമെന്നും താൻ അഡ്മിറ്റ് ആകണമെന്നും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു, ആസൂത്രണം ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ആക്രമിച്ചത് എന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നു. ഫലത്തിൽ വലിയൊരു രാഷ്ട്രീയ നിർദ്ദേശം തന്നെ ആക്രമിക്കുന്നതിന് പോലീസിന്റെ ഭാഗത്തുനിന്നും പോലീസിന് ഉണ്ടായിട്ടുണ്ട്. അത് CPM-ന്റെ ഒരു ആജ്ഞാനുവർത്തികളായി പോലീസ് മാറി. അതാണ് പേരാമ്പ്രയിൽ തനിക്കെതിരെ നടന്ന അക്രമം. അതിൽ തന്നെ ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം, പിരിച്ചുവിടപ്പെട്ടു എന്ന് സർക്കാർ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരാണ് തന്നെ മർദ്ദിച്ചത് എന്നുള്ള ദൃശ്യം സഹിതം ഷാഫി പറമ്പിൽ അത് പുറത്തുവിട്ടു എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. ഇത് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അരുണിമ. റിയാസ്, CPIM-ന് പോലീസിൽ ഗുണ്ടാ സെല്ലുണ്ടെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനായ അഭിലാഷ് ഡേവിഡിനെ അയാളുമായി ബന്ധപ്പെട്ട് ഒരു വിവരങ്ങളും പോലീസിന്റെ വെബ്സൈറ്റിൽ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനും അധികാരികൾക്കും പോലീസിനുമെതിരെയുള്ള ഒരു വലിയ ഗുരുതരമായ വീഴ്ചയല്ലേ അവരുടെ ഭാഗത്തു നിന്നുള്ള?
സർക്കാരിനും പോലീസിനും ഒപ്പം തന്നെ CPIM-നും നേരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷാഫി പറമ്പിൽ MP ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞ ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് പിരിച്ചുവിടപ്പെട്ടു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ പോലീസിന്റെ FIR-ൽ പോലും അദ്ദേഹം, അതായത് ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ FIR-ൽ പോലും അഭിലാഷ് ഡേവിഡ് എന്നയാൾ വടകര കൺട്രോൾ റൂം CI ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് എന്ന് പോലീസിന്റെ വെബ്സൈറ്റിൽ തിരഞ്ഞാൽ വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് എന്നുണ്ട്. പക്ഷേ ആ വെബ്സൈറ്റിൽ അഭിലാഷ് ഡേവിഡിന്റെ ഫോട്ടോ, അത് ഏത് അഭിലാഷ് ഡേവിഡ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഫോട്ടോ പോലും വെബ്സൈറ്റിൽ നൽകിയിട്ടില്ല. അന്ന് പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ച ഈ അഭിലാഷ് ഡേവിഡ് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. അത് ചിത്രം സഹിതം അദ്ദേഹം പുറത്തുവിടുമ്പോൾ വളരെ ഒരു ഗൂഢാലോചന തന്നെ ഈ സംഭവത്തിൽ നടന്നു എന്നും അദ്ദേഹം ആരോപിക്കുന്നു. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് CPM നേതാക്കൾ അടക്കമുള്ളവർ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നുള്ളതാണ് ഷാഫി വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നിന്നുള്ള തുടർ നടപടികളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഹാജരാക്കിയ മുഴുവൻ തെളിവുകളും, ഇപ്പോൾ ഹാജരാക്കിയതും കഴിഞ്ഞ ദിവസം DYSP ഹരിപ്രസാദ് കയ്യിൽ ഗ്രനേഡ് പിടിച്ചു നിൽക്കുന്നതും ഉൾപ്പെടെയുള്ള തെളിവുകൾ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാക്കും എന്നുള്ളത് കൂടി ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല ഈ DYSP ഹരിപ്രസാദ് എങ്ങനെയാണ് ഗ്രനേഡ് കയ്യിൽ പിടിച്ചു സംഘർഷത്തിന് ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പോലീസിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും തെളിവുകളും ഒക്കെയാണ് ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടിരിക്കുന്നത്. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള എന്നിവരൊക്കെ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. വാർത്താസമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഷാഫി പറമ്പിൽ MP മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇടവേള. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട് ഇനി